ഒരു മഹാപാപിയുടെ പ്രവർത്തനത്തിന് കുടിയേറ്റക്കാരും അതുപോലെ തന്നെ പൗരത്വം നേടിയവർ പോലും അപഹസിക്കപ്പെടുന്ന, അവർ പോലും ഭീതിയിലാകുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് ഇത്ര ശക്തമായിട്ട് പ്രതികരിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആൻറ്റി ഇമ്മിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അവരും അതിശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഈ വാഷിങ്ടൺ DC-യിലുണ്ടായ വെടിവയ്പ്, ആ കക്ഷി അഫ്ഗാൻ നാഷണൽ, അയാൾ ഇല്ലീഗലായിട്ട് താമസിക്കുകയാണ് ഇപ്പോൾ. അയാൾ വാഷിങ്ടൺ സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്, 3000 മൈൽ അകലെ. അവിടെ നിന്ന് വണ്ടി ഓടിച്ചോ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ട് ഈ നാഷണൽ ഗാർഡ് ആളുകൾ, പട്ടാളക്കാർ അവിടെ കാവൽ നിൽക്കുന്നത് പതിയിരുന്ന് അവരെ ആക്രമിച്ചു, അവരെ വെടിവെച്ചു. 2 പേരെ വെടിവെച്ചു. ഒരാൾ മരിച്ചു, ഒരാളിപ്പോഴും ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഒച്ച കേട്ട് വേറൊരു സൈനികൻ വന്ന് ഇയാളെ പേനാക്കത്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇയാളെ കത്തി കൊണ്ട് കുത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു. കാരണം അയാളുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു, മറ്റു തോക്കൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് ശരിയാകുമെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയായാലും ഈ അക്രമിയും ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് ചെയ്യുന്നത്. അയാൾ ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതേ തുടർന്നാണ് ഈ രോഷം, ഇമിഗ്രൻസിനെതിരായിട്ടുള്ള രോഷം അണപൊട്ടിയൊഴുകിയത്. അപ്പോൾ ഈ കക്ഷി ലഖൻവാൾ, 29 വയസ്സ്, 5 മക്കളുണ്ട്, ഭാര്യയുമുണ്ട്. അവരെന്തോ വീട്ടിൽ കട്ടിൽ പോലും ഇല്ലാത്ത വീട്ടിലാണ് അവിടെ വാഷിങ്ടൺ സ്റ്റേറ്റിൽ താമസിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും ജോലി കണ്ടെത്തുകയോ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളല്ല ശ്രമിക്കുന്നത്. ഇല്ലീഗലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ ഭാവിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതേസമയം തന്നെ ഇയാൾ ഈ അഫ്ഗാൻ യുദ്ധകാലത്ത് ഈ CIA ഒക്കെ സഹായിച്ച ആളാണ്, അമേരിക്കയെ സഹായിച്ച ആളാണ്. അതിൻ്റെ മറവിലാണ് ഇയാൾക്ക് ഇങ്ങോട്ട് വിസ കൊടുത്ത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് 2021 അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അയാളെയും കുടുംബത്തെയും കൊണ്ടുവന്നത്. പക്ഷേ ഈ രാജ്യത്ത് ഇഴുകിച്ചേരുന്നതിനല്ല, ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുന്നതിനാണ് ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അടിയന്തരമായിട്ട് വന്നിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമിഗ്രേഷൻ സർവീസ് ഉത്തരവ് ഉടൻ പുറപ്പെടുവിച്ചു. 19 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കുടിയേറ്റ വിസായോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അതികഠിനമായ പരിശോധന നടത്തും. എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്നവർക്ക് മിക്കവർക്കും ഇതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നർത്ഥം. 19 രാജ്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയൊന്നും ആ ഭാഗത്തിലില്ല. കൂടുതലും ഇസ്ലാമിക രാജ്യങ്ങൾ, ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അതിൻ്റെ കൂടെ ബർമയും അങ്ങനെയുള്ള ചില രാജ്യങ്ങളുമുണ്ട്. എന്തായാലും അവിടെ നിന്നുള്ളവരൊന്നും തൽക്കാലത്തേക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിസയിൽ ഇങ്ങോട്ട് വരാമെന്നുള്ള കാര്യം ആലോചിക്കുക പോലും വേണ്ട എന്നുള്ളതാണ് സ്ഥിതി. അതിനുശേഷമാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവന വന്നത്. അതായത് ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് കഠിനമായ നാശങ്ങൾ ഉണ്ടാക്കുന്നു. അവർക്ക് അതുകൊണ്ട് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ സമയമായി. അതായത് ഇങ്ങോട്ട് വന്നവരെ തിരിച്ചയക്കേണ്ട സമയമായി. ഇവിടുന്ന് ആളുകളെ തിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. അത് വന്നാലേ ഇവിടെ ശരിയാവുകയുള്ളൂ. അതുവരെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് അമേരിക്കൻ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാത്തവർ, പാശ്ചാത്യ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാത്തവർ, ഇവിടെ വന്ന് കുഴപ്പങ്ങളുണ്ടാക്കുന്നവർ, പിന്നെ ഇവിടുത്തെ ജീവിത രീതി സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ഇവരൊക്കെ തിരിച്ചു പോകണം. ഇവരൊന്നും ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പൗരത്വം സ്വീകരിച്ചവർ, അവരും ഇവിടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെയും ഡീനാച്ചുറലൈസ് ചെയ്യണം, അവരുടെ പൗരത്വം എടുത്തു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൈഗ്രേഷൻ ഒരു മൈഗ്രേഷനാണ് ഇവിടുത്തെ പ്രശ്നങ്ങളിലെ എല്ലാം അടിസ്ഥാന കാരണമെന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത്. ഗ്രീൻ കാർഡുള്ള ഒരാൾ ഒരു $30,000 ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അയക്ക് സർക്കാർ ഒരു $50,000 മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നാണ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് കാര്യങ്ങൾ, സ്കൂളായി, ആശുപത്രിയായി, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു $50,000 സഹായമായിട്ട് ലഭിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇമ്മിഗ്രൻസ് എല്ലാം ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്നവരാണെന്നുള്ള രീതിയിലാണ് പ്രസിഡന്റിൻ്റെ പ്രസ്താവന വന്നത്. 53 മില്യൺ ആളുകൾ ഇവിടെ വിദേശത്ത് നിന്ന് ഉള്ളവർ ഉണ്ട്. അപ്പോൾ അവരിൽ ഭൂരിപക്ഷം പേരും ഇങ്ങനെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുക, മെഡിക്കെയ്ഡോ അല്ലെങ്കിൽ മെഡിക്കെയറോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ആനുകൂല്യങ്ങൾ പറ്റുക, അതുപോലെ തന്നെ ഈ ഏതെങ്കിലും രീതിയിൽ സർക്കാരിനും ഈ സമൂഹത്തിനും ഭാരമാകുക, അതാണ് സ്ഥിതി. അത് ഇവിടുത്തെ മാന്യന്മാരായ പൗരന്മാരാരും അതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല. അവരാണ് ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊന്നും ഇനി പറ്റില്ല. അതിനെതിരെ ശക്തമായിട്ട് നടപടികളെടുക്കും. അത് അദ്ദേഹം മിനസോട്ടയെ പറ്റി ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു. സോമാലിയയിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതിലൂടെ അലഞ്ഞു നടക്കുന്നു. അവർ അലഞ്ഞു നടക്കുകയല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടൊക്കെ ഇര തേടി നടക്കുന്നു.
അപ്പോൾ അവർക്കെതിരെ ചെറുവിരൽ അലക്കാൻ പോലും അവിടുത്തെ ഗവർണർ മുൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ടിം വാൽസ്, അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇൽഹൻ ഉമർ കോൺഗ്രസ് വുമൺ, അവർ സൊമാലിയക്കാരിയാണ്. അപ്പോൾ അവരുടെ രാജ്യമെല്ലാം തകർന്നടിഞ്ഞ് പിന്നെ കിടക്കുന്നു. അവർ വന്ന രാജ്യം അതെല്ലാം കിടക്കുന്നു. അവർ പക്ഷേ ഇവിടെ വന്നിട്ട് നിരന്തരം വെറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, അമേരിക്കയോടുള്ള വെറുപ്പും എതിർപ്പുമാണ് അവർ പറയുന്നത്. പിന്നെ ഇങ്ങനെ പോയി പ്രസിഡൻറ്റിൻ്റെ പരാമർശങ്ങൾ, അത് ഈ മലയാളിയിലൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലും കിടപ്പുണ്ട്. അപ്പോൾ അത്ര അതിശക്തമായ പ്രതിഷേധത്തിനാണ്, പിന്നെ എതിർപ്പിനാണ് ഇയാളുടെ ഒരു പ്രവൃത്തി കാരണമായത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരൊറ്റയാൾ ചെയ്യുന്നത് കൊണ്ട് ഒരു സമൂഹം മുഴുവൻ, പിന്നെ ഒരു വിഭാഗം മനുഷ്യർ മുഴുവൻ അവഗണിക്കപ്പെടുകയോ അപഹസിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വരും. അവരൊക്കെ എതിർപ്പിനെ നേരിടുന്ന ഒരു സ്ഥിതി വരും. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ, ഇമിഗ്രൻസിനെതിരെ നടപടിക്ക് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാൻ പോകുന്നത് നമുക്കറിയാം. വർഗീയവാദികളും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രസിഡൻറ്റിൻ്റെ അനുവാദമുണ്ട്, പിന്നെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണയിലായിരിക്കും അവർ രംഗത്ത് വരിക. അത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ബാധകമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ രാജ്യത്തോടൊരു പ്രതിബദ്ധതയുമില്ല, ഈ രാജ്യത്തെ മുതലെടുക്കാൻ വരുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്, ഈ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ളവരൊക്കെ പതിയിരിക്കുക, ഇങ്ങനെ ഇവരുടെ ആക്രമണങ്ങൾക്കൊക്കെ ആയിട്ട് പതിയിരുന്ന് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കുറേ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇസ്ലാമിസ്റ്റുകളെ മുഴുവൻ പുറത്താക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒരാനുകൂല്യവും, ഈ കുടിയേറ്റം തന്നെ നിർത്തിവെക്കണമെന്ന് വേറെ ചിലർ പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം മൊത്തമായിട്ട് നിർത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം നിർത്തിവെക്കുമെന്ന്. മൂന്നാം ലോക രാജ്യം എന്ന് പറയുമ്പം ഇന്ത്യയും അതിൽപ്പെടും. അപ്പം നമ്മുടെ അവിടെ നിന്നൊക്കെയുള്ള ഈ ഇമിഗ്രേഷനെ ഒക്കെ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് വരാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അവർക്ക് വിസ കിട്ടാതെ വരിക, ഗ്രീൻ കാർഡ് അപേക്ഷ പാസ്സായെങ്കിലും അവർക്ക് വരാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള നാനാവിധ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ ഇമിഗ്രേഷനിൽ നമ്മൾ ഗ്രീൻ കാർഡിൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് മെഡിക്കെയ്ഡും അതുപോലുള്ള ഫുഡ് സ്റ്റാമ്പും ഒക്കെ മേടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പം. പലരും അത് ദുരുപയോഗം ചെയ്യുന്നത്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ട്രംപ് ഇങ്ങനെ പറയുന്നത് നമുക്ക് അമർഷത്തിൻ്റെ പെട്ടെന്ന് ആ ഒരു രോഷത്തിന് പറഞ്ഞതാണെന്ന് വെക്കാം. പക്ഷേ ഇത് നടപ്പാക്കുന്നവർ ഏത് രീതിയിലാണ് ഇത് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം. ഏറ്റവും ക്രൂരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്കറിയാം ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, അതിനു മുമ്പത്തെ അമേരിക്കയും അതിന് ശേഷമുള്ള അമേരിക്കയും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് മുമ്പ് വാസ്തവം പറഞ്ഞാൽ എത്രയോ നല്ലൊരു രാജ്യമായിരുന്നു അമേരിക്ക. എത്രയോ അധികം സ്വാതന്ത്ര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ പറയുന്നത് വിമാനത്തിൽ ആളുകൾ വിമാനത്തിൽ കയറുന്നവരെ നമ്മൾ അതിലൂടെ കയറി ചെന്നിട്ട് അവരെ ആ വിമാനം പറന്നു പൊങ്ങാൻ ഒരുങ്ങുന്നവരെ അവിടെ ആ ടാർമാക്കിൽ അവിടെ നമ്മളുണ്ടാവും. യാത്ര അയക്കാൻ വരുന്നവർ അവർ കൈവീശി വിട്ടാണ് അവർ ആ വിമാനം പൊങ്ങുന്നത് വരെ. അപ്പോൾ അന്നത്തെ അങ്ങനെ വരെയുള്ള സ്വാതന്ത്ര്യമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പിന്നീട് ഈ 9/11 കഴിഞ്ഞതിന് ശേഷം ഈ എയർപോർട്ടിലൊക്കെ കയറിപ്പറ്റണമെങ്കിൽ എത്രയോ ചെക്കിങ്ങും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് കയറിപ്പറ്റാൻ വരുന്നത്. അപ്പോൾ ഓരോ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ കുറയുന്നു. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും കുറയുന്നു. ഇത് തന്നെയാണ് ഈ 9/11 ആക്രമണകാരികളും ആഗ്രഹിച്ചിരുന്നത്. തന്നെയാണ് അമേരിക്കയെ മാറ്റിക്കളയുക. അവർ വിചാരിച്ച ആ കാര്യം നടന്നു. അമേരിക്കയെ മാറ്റിക്കളയാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ സംസ്കാരവും അമേരിക്കൻ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെയൊന്നും വരരുത്, ഇമിഗ്രൻസ് ഇവിടെ ഒരു ഭാരമാകരുത്, ഇവിടെ ഒരു വിഷയമാകരുത് എന്നാണ് ഇപ്പം ട്രംപ് പറയുന്നത്. ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും പറയുന്നത്. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഇപ്പം നമ്മുടെ ഇടയിൽ മലയാളികളിൽ ധാരാളം പേർ അതിനെ അനുകൂലിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഈ അനുകൂലിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എതിർക്കുകയോ അനുകൂലിക്കുകയോ എന്നുള്ളതല്ല. ഈ ഇമിഗ്രേഷൻ്റെ ആളുകളും ഐസ് പോലീസും ഒക്കെ വരുമ്പം അവർ നമ്മൾ പൗരനാണോ എന്നൊന്നും അല്ല നോക്കുന്നത്. നമ്മുടെ സ്കിൻ കളർ, തൊലിയുടെ നിറം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവരുടെ പെരുമാറ്റം. അപ്പോൾ അത് അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു നിലപാട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇവിടെ നിയമവാഴ്ചയും എല്ലാവർക്കും തുല്യതയും സ്വാതന്ത്ര്യവും എന്നൊക്കെയാണല്ലോ നമ്മുടെ സങ്കല്പത്തിലിരിക്കുന്നത്. ആ സങ്കല്പം മാറാൻ നമ്മളോട് ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും ഈ പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടുത്ത ഫലങ്ങളാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അത് ഏതൊക്കെ രീതിയിലാണ് അത് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ വരുമ്പം ഇമിഗ്രൻസിനെതിരെയുള്ള രോഷം ഉണ്ടാകും. സാധാരണ ജനങ്ങൾ വരെ അത് അവർ തന്നെ
പിന്നെ ഈ നിയമം കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതി വരും. മറ്റുള്ളവരെ ആക്രമിക്കുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുക. നമ്മൾ നടക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മളെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പരിണിതഫലമായിട്ട് നമ്മൾ കാണുന്നത്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളൊക്കെ ഉത്തമ പൗരന്മാരായിട്ട് ഇവിടെ കഴിയുന്നു. അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കപ്പെടണം. അതാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു.